എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടാവും. അത് എസ്പെഷ്യലി ഞാൻ വളരെ സെലക്റ്റീവ് ആണ്. തമിഴിൽ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ മലയാളത്തിൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഇനിയും മലയാളം സിനിമയിൽ കുറെ കൂടെ സജീവമാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ ബേസിക്കലി ഞാൻ ഈ സിനിമയിലൂടെ യെസ് പറയാൻ കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. എനിക്കെപ്പോഴും ചിരിച്ച മുഖത്തോടെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ ചാനൽ ഷോസ് ഒക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി, അല്ലെങ്കിൽ എൻ്റെ മുഖം കാണുമ്പോൾ ആൾക്കാർ ചിരിക്കണം, സന്തോഷിക്കണം, ഒരു നല്ല വൈബ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു അവസാനം കാസ്റ്റ് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരാളായിരിക്കും ഞാൻ ഈ സിനിമയിൽ. സോ ഈ സിനിമയുടെ ആദ്യത്തെ 2-3 ദിവസത്തെ ഷൂട്ടിന്റെ സമയത്താണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും ഈ സിനിമയിലേക്ക് ഇന്നാവുന്നതും. സോ ബേസിക്കലി ഞാൻ ഈ സിനിമയിലൂടെ യെസ് പറയാൻ കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. ഞാൻ ഈ കഥ കേൾക്കുമ്പോഴെനിക്ക് തോന്നിയത് ഇനി ഈ ജോണറിൽ ചിലപ്പോൾ എനിക്ക് പടം വരണമെങ്കിൽ ഒരുപാട് കഴിയണമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു പടം തന്നെ ഇറങ്ങാൻ ചിലപ്പോൾ കുറച്ച് താമസം എടുക്കും. സോ എനിക്കിത് മിസ് ചെയ്യേണ്ടതെന്ന് തോന്നി. അതുകൂടാതെ നമുക്ക് എന്തുകൊണ്ടും അറിയാം 21 grams എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ മൂവിയുടെ ഡയറക്ടറാണ് ഇത് ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു സേഫ് ഹാൻഡ്സിലാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ചത് ഇതൊരു ലീഡ് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതി ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സിനിമ കണ്ടവർക്ക് അറിയാം, ഇത് എന്നിൽ മാത്രം നിൽക്കുന്ന ഒരു കഥയേ അല്ല. ഇതില് കഥ പറഞ്ഞു പോകുന്നത് എന്നിൽ കൂടെ ആണെങ്കിൽ പോലും ഇത് ബൈജു ചേട്ടന്റെയും ബാബു ചേട്ടന്റെയും നരയൻ ചേട്ടന്റെയും ഇവിടെ ഇരിക്കുന്ന ഹരി തൊട്ട് അപ്പുറത്തിരിക്കുന്ന ശബരീഷ് ചേട്ടന്റെ വരെ സിനിമയാണ്. സോ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്തത്. കാരണം എനിക്കറിയാം ആസ് ആൻ ആക്ടർ എന്നെ ലീഡ് ചെയ്തൊരു പടത്തിന് ടിക്കറ്റ് എടുക്കാൻ മാത്രം ഒരു പ്രോമിസിങ് ആക്ടർ ഞാൻ ആയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യം ഉള്ളിടത്തോളം കാലം ഇപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഡിയൻസിന്റെ ഇടയിലോട്ട് ഓക്കെ ഹീസ് ഡൂയിങ് വെൽ എന്ന് കേൾക്കാനാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഞാനിത് കമ്മിറ്റ് ചെയ്യാൻ കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, കൂടാതെ എല്ലാവർക്കും പെർഫോമൻസ് ചെയ്യാനുള്ള ഈക്വൽ സ്പേസ് ഈ സിനിമയിലുണ്ടെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. നമ്മുടെ 21 ഗ്രാംസിലാണെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഇതിലാണെങ്കിലും ഷെയ്ഡ് അങ്ങനത്തെ ടൈപ്പ് ഷെയ്ഡുള്ള കഥാപാത്രം എന്തോ വൈരാഗ്യം തീർക്കുന്ന പോലെ അല്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടമായി. എനിക്കെപ്പോഴും ചിരിച്ച മുഖത്തോടെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ ചാനൽ ഷോസ് ഒക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി, അല്ലെങ്കിൽ എൻ്റെ മുഖം കാണുമ്പോൾ ആൾക്കാർ ചിരിക്കണം, സന്തോഷിക്കണം, ഒരു നല്ല വൈബ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം സിനിമയിൽ അല്ലെങ്കിൽ ഓരോ സിനിമ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്ക് ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ബ്രോ എപ്പോഴും ചിരിച്ച മുഖത്തോടെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനൊരു 21 grams ചെയ്തപ്പം നിഖിൽ നാരായൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ അയ്യോ പിന്നെ ജീവ അങ്ങനത്തെ ആളെ കൊല്ലുമോന്ന് ഒരമ്മ ചോദിച്ചായിരുന്നു. അപ്പൊ ഇതില് ജീവ എന്ന് ആരും പറഞ്ഞില്ല, റോണി എന്ന് പറയുന്നത് കേൾക്കുമ്പം തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം നിഖിൽ നാരായണൻ അത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടായിരിക്കും റോണിയെ തന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതോ വിടാതെ ലൈക്ക് പറയുന്ന നടന്നുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് റോണി എന്ന് പറയുന്ന ക്യാരക്ടർ. ഞാനിപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം എനിക്ക് റോണി ഇഷ്ടമായി, അത് ജനങ്ങൾക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ സന്തോഷം. അടുത്തതിലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് ഞാൻ അടുത്തതിലുണ്ടെന്ന് കേട്ടാ. അതിനറിയത്തില്ല, ഡയറക്ടറിന്റെ മനസ്സിൽ അങ്ങനെ ചിന്തകൾ വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല. ഒരു സെക്കൻഡ് പാർട്ട് വരുത്തില്ലെന്ന് ആയി കണ്ടു. അല്ല, ഈ പാട്ട് അത്യാവശ്യം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊക്കെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നതിൽ കൗതുകമുള്ള പോലെ തോന്നിയാൽ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഞാൻ എൻ്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നില്ലെങ്കിലും അതിനകത്തൊരു ക്രിപ്റ്റോ കറൻസി ഇൻവോൾവ് ആണ്. ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ മേ ബി ഇതിനേക്കാളും ഡ്രാസ്റ്റിക്കലി വലിയൊരു എമൗണ്ടിലേക്ക് നാളെ മാറാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്.
അത് ഹോൾഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സാധനമുണ്ട് ഈ സിനിമ. കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ സാധനം അതിനകത്തുണ്ട്. ഞാൻ വിശദമായി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എൻ്റെ സ്പോയിലേഴ്സ് ആയിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം സാധ്യതകൾ ഒരുപാടുണ്ട്. ഇതിനെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സെക്കൻഡ് പാർട്ടിന്. പക്ഷെ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് വേണമെന്ന് പ്രേക്ഷകന് തോന്നുന്ന ഒരു ദിവസമേ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കും. ഗൗരി ഇവിടെ കുറച്ച് മുമ്പ് നരേൻ ചേട്ടൻ പറഞ്ഞ പോലെ, അതായത് ഇപ്പം മലയാളത്തിൽ വരുന്ന കഥാപാത്രങ്ങൾ ഇപ്പോഴും നോക്കുമ്പം ഒന്നെങ്കിൽ നാടൻ കഥാപാത്രങ്ങളിൽ ഇച്ചിരി കൂടുതൽ മനസ്സിലായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അതേസമയം തമിഴിലേക്ക് വരുമ്പോൾ എൻ്റെ ഗ്രാഫ് മാറുകയാണ്. ഇപ്പം ഹോട്ട്സ്പോട്ട് ചെയ്ത കഥാപാത്രമായാലും ശരി, സുഡിലെ ചെയ്ത കഥാപാത്രമായാലും ശരി, വളരെ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇപ്പം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിൽ പെർഫോമൻസ് നമ്മൾ കണ്ടു. എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഇച്ചിരി സ്പേസ് കിട്ടുന്ന അവിടെയായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടാവും. അത് എസ്പെഷ്യലി ഞാൻ വളരെ സെലക്റ്റീവ് ആണ്. തമിഴിൽ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ മലയാളത്തിൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഇനിയും മലയാളം സിനിമയിൽ കുറെ കൂടെ സജീവമാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ റൊമാൻസ് ജോണറാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ്. അപ്പോൾ ഒരിക്കലും അതിൽ സ്റ്റക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ സ്പേസ് ഇതിൽ ബിബിൻ സാഹസം സിനിമ സേറ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു സ്ക്രീൻ ടൈമിനേക്കാളും ഇതിൽ സേറ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു കോർ. ജീവൻ മെയിൽ ലീഡിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ ഈ സേറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഓൺസോംബിൾ കാസ്റ്റ് ഉള്ള ഒരു സിനിമയിൽ എപ്പോഴും ലൈം ലൈറ്റ് എനിക്ക് മാത്രം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ അല്ല ഞാൻ. പൊതുവേ ലീഡ് റോൾസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തമിഴിലും ഞാൻ അങ്ങനെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് വളരെ മീറ്റി ആണെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ക്രാഫ്റ്റിൽ കുറച്ചുകൂടെ എനിക്ക് പണിയെടുക്കണം. റംസാൻ പറഞ്ഞ പോലെ ഓക്കെ ഒരു പ്രോമിസിങ് ആക്ടറാണ് ഗൗരിക്ക്, ഈ ഒരു കഥാപാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവണം. അതെൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്ത് അവർക്കൊരു കോൺഫിഡൻസ് വരുത്താനാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തോന്നാറില്ല. ഒരു സിനിമയുടെ സോൾ ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പേസ് കുറവോ അങ്ങനത്തെ ചിന്ത പൊതുവെ വരാറില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആസ്ഥാന കോഴിയുടെ ശർമുക്ക ചെയ്ത കഥാപാത്രത്തിനെക്കാളും ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ഈ കഥാപാത്രത്തിന്? നീ കോഴിയാണോ? ആസ്ഥാന കോഴി നമ്മൾ ഒരുപാട് കോഴികളെ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം ചെറിയ ആസ്ഥാനമല്ലെങ്കിലും ആ സ്ഥാനത്തുള്ള ഒരു കോഴിത്തരമൊക്കെ നമ്മൾ ആ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുണ്ട്, ഇനിയും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക അത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പം എന്താ പറയുക, നേരത്തെ റംസാൻ പറഞ്ഞ പോലെ ഈ സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇതിന്റെ നിങ്ങൾ സിനിമ കണ്ടവർക്ക് അറിയാം അത്ര ഈസി അല്ല. ഒന്ന് ഫോണിലൊക്കെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ര ഈസി ആയിട്ടുള്ള ഒരു കഥയല്ല. ഇതെടുത്ത് കാണിച്ച് ഫലിപ്പിക്കാൻ പറ്റിയൊരു കഥയാണ്. അപ്പൊ ഞാൻ ആകെപ്പാടെ ചോദിച്ചത് ബിബിന്റെ അടുത്ത് എന്റെ ക്യാരക്ടർ എന്താണ്, ഇതാണ് എന്റെ ക്യാരക്ടർ, ഓക്കെ കൊള്ളാം, ഇത് പോയി കിട്ടിയെന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നോക്കുന്നത് കൂടുതൽ എന്റെ ഉള്ളിലുള്ള ആക്ടറിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് നോക്കുന്നത്. പിന്നെ ആക്ടേഴ്സ് ആർ ബെഗേഴ്സ്, നമുക്ക് വരുന്നതേ നമുക്ക് വരുന്നതിൽ നിന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോഴിയാവാൻ വേണ്ടി ഞാൻ കോഴിത്തരം പോയി മറ്റേ മെത്തേഡ് ആക്ടിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കോഴി കിടപ്പുണ്ടാവും, അതിനെ കുറിച്ചൊന്ന് പുറത്തേക്ക് ഇട്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു ട്രെയിനിങ് ഒന്നുമില്ല. അത് പ്രേക്ഷകരെ കണ്ടിട്ട് പറയട്ടെ, അത്രത്തോളം കോഴി നന്നായിട്ടുണ്ടോ ഇല്ലയോ, ഓവറായിട്ടുണ്ടോ ഇല്ലെന്ന് എന്താണെന്നെനിക്ക് അവരുടെ വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പറയാമല്ലോ, ധൈര്യമുണ്ട്. അതിൽ നിന്ന് നമുക്ക് വിമർശനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഭയങ്കര അടിപൊളി 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 എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പോരായ്മകൾ എടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. വീഴ്ചകളിൽ നിന്നേ പഠിക്കുള്ളൂ, വിജയത്തിൽ നിന്ന് വളരെ വളരെ കുറച്ചേ പഠിക്കുള്ളൂ. അപ്പോൾ ഞാനിതിൽ എത്രത്തോളം പാഠം പഠിക്കും ഇല്ല എന്നുള്ളത് കണ്ടറിയാം.
ചേട്ടാ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ടെക്നോളജി വളരെയധികം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെബ് സീരീസുകളുടെ എണ്ണം കൂടുന്നു. തിയേറ്ററിലെ ആളുകളുടെ നല്ല സിനിമകൾക്ക് ആളുകൾ കയറുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്തിലൂടെ ആളുകൾ കൂടുതൽ സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് സിനിമ ഹിറ്റ് ആവുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് തിയേറ്ററിൽ കാണാമല്ലോ. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമ ഇറങ്ങിയാൽ ഇത്ര ദിവസത്തിനുള്ളിൽ OTT റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ എന്തുകൊണ്ട് 150 രൂപ കൊടുത്ത് സിനിമ കാണണം എന്ന് ആളുകൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. ആളുകൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങി. അപ്പം ശരിക്കും ഒരു സിനിമയുടെ തിയേറ്റർ വാല്യൂ എന്നുള്ള ഒരു മൂല്യം നഷ്ടപ്പെട്ട തോന്നുന്നുണ്ട് അങ്ങനെ. അത് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അറിഞ്ഞൂടാ, നമ്മളിപ്പം എല്ലാം വീട്ടിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം വീട്ടിലേക്ക് എത്തുന്നു, ഊബർ ഉണ്ട്, വണ്ടി വീട്ടിലേക്ക്, എല്ലാം വീട്ടിലേക്ക് എത്തിച്ച് എല്ലാം വീട്ടിലേക്ക് അണ്ണാക്കിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോ സിനിമയും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തിയേറ്ററിന്റെ മൂല്യം കുറയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ കുറയുന്നുണ്ട്. പണ്ട് 100 ദിവസം, 150 ദിവസം, 250 ദിവസം എൻ്റെ അടുത്തുള്ള തിയേറ്റർ, അതായത് ഞാൻ വടക്കൻ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അതിൻ്റെ അടുത്ത് എനിക്ക് റിലീസ് സെന്റേഴ്സ് ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂർ, പിന്നെ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരണം. കൊടുങ്ങല്ലൂരിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പൊ അവിടെ മുഗൾ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. ഇന്നതൊരു മാളായി മാറി. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ അവര് ഇത് മെമന്റോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ തെങ്കാശിപ്പെടണം 250 ദിവസം, ചിത്രം ഇത്ര ദിവസം, അങ്ങനെ ഒരുപാട് മെമന്റോസ്. അത് ആ കാലം കഴിഞ്ഞു. അത് ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഈ OTTs എല്ലാം ചത്തു തൊലയണം, എന്നാൽ പിന്നെ അങ്ങനെയുള്ള ഒരു കാലം വരും. അത് സംഭവിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ടെക്നോളജിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം തിയേറ്ററിന്റെ മൂല്യത്തിന്റെ ആ ഡ്യൂറേഷൻ കുറവുണ്ടാവും. പക്ഷെ അന്ന് 200 ദിവസം ഓടുന്നതിന്റെ കാശ് ഇന്ന് ചിലപ്പോൾ 50-75 ദിവസത്തിൽ നമുക്ക് കിട്ടും. കാരണം ടിക്കറ്റിന്റെ റേറ്റ്സ് മാറി, എല്ലാം മാറി. അത് സെന്റേഴ്സ് കൂടി. പണ്ട് കേരളത്തിലൊരു മാക്സിമം പോയിക്കുന്ന 45-50 സെന്റേഴ്സ്, റിലീസിംഗ് സെന്റേഴ്സ് ഉണ്ടാവുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾക്ക് സാഹസത്തിന് എത്ര സെന്റേഴ്സ് ഉണ്ട് റിലീസ്? 130 സെന്റേഴ്സിൽ റിലീസ് ഉണ്ട്. അപ്പൊ ആ വ്യത്യാസമുണ്ട്. അപ്പൊ അത് മൂല്യം, ഡ്യൂറേഷൻ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില പടങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ OTT ആയിട്ട് സൈൻ ചെയ്തിട്ടാണ് ഇത്ര ദിവസം കഴിഞ്ഞ് OTTയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞും തിയേറ്ററിൽ ഓടിക്കുന്നുണ്ട് സിനിമ, പക്ഷെ അതിൽ കഥയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കലാകാരനെ സംബന്ധിച്ച് ആ കല ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായിട്ടും. അപ്പം പക്ഷെ പലപ്പോഴും നമ്മളിപ്പോൾ നടക്കുന്ന ഒരു കാര്യം നോക്കി വെച്ചാൽ അർഹതയുള്ളവൻ അംഗീകാരമില്ല, അംഗീകാരം കിട്ടുന്നതിന് വേണ്ട അർഹതയുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഞാൻ പറയാം, ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തല്ലോ. അപ്പൊ പ്രേക്ഷക മനസ്സുകളിൽ നാഷണൽ അവാർഡ് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് തൊട്ടേ ആണെന്നുണ്ടെങ്കിലും നമ്മളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കും. അപ്പുറത്ത് നിൽക്കുന്നവർ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. നമ്മളിപ്പം ഇത്തവണത്തെ നാഷണൽ അവാർഡ്, എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി. ഇതിൽ രാഷ്ട്രീയത്തിൽ ഇത് പണ്ടുകൊണ്ടേ ഉണ്ട്. നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇത് മിനിഞ്ഞാന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകൾ, എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ, സാധാരണ ഒരു പരിചയമില്ലാത്ത ഒരാള് റോട്ടിൽ കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു അടി, അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് പടത്തിൽ പ്രേമത്തിൽ തന്നെ അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ബാക്കി എന്ത് അവാർഡാണെന്നുണ്ടെങ്കിൽ അത് പ്രഹസനം മാത്രമാണ്, ഇൻക്ലൂഡിങ് നാഷണൽ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് വാട്ട് എവർ ദാറ്റ്. അതിന് ഓക്കെ, അതിലൊരു കളറും ഗ്ലാമറും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം. രാജുവേട്ടന്റെ അടുത്ത സുഹൃത്താണ് നരേഞ്ചേട്ടൻ. എല്ലാവരും രാജുവേട്ടൻ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ രാജുവേട്ടന്റെ ഫിലിം ആടുജീവിതമാണ് കൂടുതലായിട്ട് ചർച്ച ആവുന്നത്. നരേഞ്ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. ആടുജീവിതത്തിന്റെ പേര് ഒരു അവാർഡ് പോലും കൊടുത്തിട്ടില്ല. അതൊരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. അത് നമുക്ക് ആർക്കും വലിയ സന്തോഷമുള്ള കാര്യമല്ലായിരുന്നു. അത് എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യും? നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല. കാരണം അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ വിളിച്ചെന്ത് പറയാനാ. അപ്പോൾ പിന്നീട് ഒരിക്കൽ സംസാരിക്കുന്നതിനെ പറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പം മാത്രമല്ല, എനിക്ക് തോന്നുന്നു 90s എനിക്ക് ഓർമ്മ എപ്പോഴും ചില അവാർഡ്സ് ഒക്കെ തരുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ ഇയാൾക്ക് കിട്ടി, അല്ലെങ്കിൽ ചിലർ അതൊക്കെ അതിന് വേറെ പല കാര്യങ്ങളും നമുക്കറിയാത്ത കാര്യങ്ങളായിരിക്കും. അത് ഇറ്റ് ഈസ് ഫോളോയിങ് ഈവൻ നൗ, അത്രയേ ഉള്ളൂ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. നമുക്ക് തോന്നുന്നതും നമ്മൾ ചിന്തിക്കുന്നത് ശരിയും നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നരൻ ചേട്ടാ, ഇപ്പോൾ ഉർവശി മാം വളരെ ശക്തമായ ഒരു നിലപാടാണ് അതിൽ എടുത്തിരുന്നത്. കാരണം
ഒരാളുടെ അഭിനയം അളക്കാനുള്ള അളവ് എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു 2, 3, 4 വ്യക്തികൾ ചേർന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ ഒരാളുടെ. നിങ്ങളല്ലേ ചോദിക്കേണ്ടത്, നമ്മളല്ലോ. മീഡിയ ആയിട്ടുള്ള നിങ്ങളാണ് അത് ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തണം. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഒരു പല നിഗമനങ്ങളും എടുക്കുന്നത് തെറ്റുകളാണ്? ഉറപ്പായിട്ടും എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചില പലതിലും സംസാരിച്ച് ഇങ്ങനെ പെർഫോമൻസിന് ഫിലിം ഫെയർ നിങ്ങൾ കാണുന്നൊക്കെ പറഞ്ഞ് ബൊക്കെ വരെ കൈ കിട്ടി. പിന്നെ സോറി നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് കൈ തിരിച്ചിട്ട് ഭയങ്കര സർപ്രൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു. ഐ മീൻ ഇതൊക്കെ സോ അതാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ അപ്പം ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ആക്റ്റീവായിട്ട് നമുക്കൊരു ക്യാരക്ടർ കാണാൻ സാധിക്കും. ശരിക്കും നമ്മളൊരു കംബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പവർ ബാക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. ഇതാണ് പ്രേക്ഷകരിലേക്ക് എനിക്ക് എത്തണം, എൻ്റെ തിരിച്ചുവരവ് ഇങ്ങനെയാണ് എന്നുണ്ടാകുന്ന സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതിനായിരുന്നു വെയിറ്റ് ചെയ്തത്. ആക്ച്വലി ഇത് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും തിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഓരോ ഫിലിം കഴിയുമ്പോഴും ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഇത് തിരിച്ചു വരും. അപ്പൊ കഴിഞ്ഞ ഒരു 4-5 സിനിമയായിട്ട് തന്നെ തിരിച്ചു വരവ് എന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും ഈ തിരിച്ചു വരവ് എന്നുള്ള വാക്ക് ഈ സാഹസത്തോടെ നിർത്തും എന്നാണ് എന്റെ വിശ്വാസം. എങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ മലയാളികളും ചെന്ന് നിൽക്കുമ്പോൾ പട്ടാളത്തിലെ കഥാപാത്രമാണ് വരുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടർ അതേപോലെ ഒരു ഹുക്ക് ചെയ്തൊരു കഥാപാത്രമാണത്. അപ്പം അതേപോലെ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ, അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാ പട്ടാളം പോലൊരു ക്യാരക്ടർ? ഐ മീൻ അതേപോലെ ക്യാരക്ടർ ഹുക്ക് ചെയ്യുന്ന ലെവലിൽ ആളുകളുടെ മനസ്സിൽ ഇനി എന്റെ പേര് കേൾക്കുമ്പോൾ കഥാപാത്രമായിരിക്കണം ആളുകൾ ഓർക്കേണ്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനകത്ത് ഈ സാഹസത്തിൽ തന്നെ ലേഡി ഗാഗ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഉടനീള കഥാപാത്രം അല്ലെങ്കിലും വളരെ ശക്തമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതില്. അതിലൊരു ഇമ്പാക്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ അതിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഇത് എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ആങ്കർ എന്ന നിലയിലാണ് ഓഡിയൻസിന്റെ കൂടുതലായി ഇഷ്ടം സമ്പാദിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം യൂട്യൂബ് വീഡിയോസ്, നിങ്ങളുടെ കോംബോ വീഡിയോസ്, അപ്പൊ അതിന് ഇപ്പൊ നടൻ എന്ന നിലയിൽ എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടം സമ്പാദിക്കുന്നുണ്ട്? അവരെ നേരിട്ട് എങ്ങനെ പറയുന്നുണ്ടോ? അറിയത്തില്ല ബ്രോ. അതെങ്ങനെയാണ് അവരത് എന്നോട് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഞാൻ. ഓരോ സിനിമ അങ്ങനെ കാണുന്നത്. സിനിമയാണ് നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ആഗ്രഹവും നമ്മുടെ ലക്ഷ്യമൊക്കെ അതായിരുന്നു. എപ്പോഴും പറഞ്ഞു ഞാൻ എൻ്റെ ആക്സിഡൻ്റൽ ആങ്കറാണ്, പക്ഷെ ഞാനത് ഏറ്റവും എൻജോയ് ചെയ്ത ഒരു പ്രൊഫഷനാണ്. ഒരു സൈഡിൽ സിനിമ ആണ് എപ്പോഴും ആഗ്രഹം, എപ്പോഴും ഇഷ്ടം അതാണ്. നല്ല നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യുക. നമ്മുടെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞായിരുന്നു ഈ പ്രോസസ്സ് നമുക്ക് വഴങ്ങുമോ എന്നുള്ളത് അറിയണം. നമ്മളൊരു ആക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നമുക്ക് ഈ പ്രോസസ്സ് വഴങ്ങുമോ എന്നുള്ളൊരു ഒരു അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ ചൂസ് ചെയ്യാനൊന്നും ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓപ്ഷൻ. കാര്യം എനിക്ക് സിനിമ അത്ര ഇഷ്ടമാണ്. ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അത് എന്നെ കൊണ്ടാവുന്ന വിധം നന്നാക്കാൻ ശ്രമിക്കുക. അത് കണ്ടിട്ട് പിന്നെ സത്യസന്ധമായ ഫീഡ്ബാക്സുകൾ പറയുക. അത് കണ്ട് അങ്ങനെ കിട്ടുന്ന കുറേ ഫീഡ്ബാക്സുകളായിട്ട് അടുത്ത ക്യാരക്ടർ വരുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ സിനിമയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് ചെയ്യണമെന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ചോയ്സസ് ഇല്ലാത്തതുകൊണ്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും എല്ലാ സിനിമയും പിന്നെ നല്ലതായിട്ട് അങ്ങനെ കാണുന്ന ഒരാളാണ്. എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. അതുകൊണ്ട് ഏത് സിനിമയാണെങ്കിലും ഏത് ക്യാരക്ടർ ആണെങ്കിലും എനിക്കിഷ്ടമാണ്. ഇപ്പം നോക്കട്ടെ, നാളെ ചിലപ്പോൾ എനിക്ക് വഴങ്ങത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നീ മറ്റേ ആങ്കറിങ് പണി തന്നെ മതി അത് ചിലപ്പോൾ പറയുമായിരിക്കും. ലെറ്റ് സീ, നോക്കാം. ഞാനിപ്പോൾ ഇത് ആ പ്രോസസ്സിലാണ്. നോക്കട്ടെ വഴങ്ങുമെന്നുള്ളത്. ഇപ്പം റോണിയിൽ വഴങ്ങിയെന്ന് തോന്നുന്നു. ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇപ്പോൾ രണ്ടാമത്തെ ഫിലിമാണ് കൂടെ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിലല്ല മാത്രമല്ല ബ്രോ, ലൈഫിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ്. നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് പോയി ചൂസ് ചെയ്ത് എൻ്റെ നീളത്തിലും വലിപ്പത്തിലും ഇന്ന സ്വഭാവത്തിൽ ഇന്ന പോസിറ്റീവ് കാര്യങ്ങളുള്ള ഇന്ന കാര്യങ്ങളുള്ള ഒരു ഫ്രണ്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതാണ്. നമ്മുടെ യാത്രയിൽ ഒരുപാട് പേര് നമ്മുടെ കൂടെ വരും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ നമ്മുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നന്നായാലും നമ്മൾ മോശമായാലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഫ്രണ്ട്സിനെ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുക. അതായത് ഇപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് സിനിമ എന്ന് പറയുന്നത്.
നല്ല സൗഹൃദങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നല്ല സൗഹൃദങ്ങളിൽ നിന്ന്. ഈ സൗഹൃദത്തിൽ നിന്നും അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഈ സാഹസത്തിൻ്റെ 10 ദിവസത്തെ ക്ലൈമാക്സിൽ അവിടെയാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ലക്ഷ്യമാണ്, സാഹസം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. അവിടെ തുടങ്ങിയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. ഒരു കുടുംബം പോലെയാണ്. എല്ലാവരും നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഇന്ന ആളുടെ ക്യാരക്ടർ നന്നായി എന്ന് ഒരു പ്രേക്ഷകൻ്റെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ പപ്പൻ്റെ അടിപൊളി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. അതേപോലെ തന്നെ ലുട്ടൻ അടിപൊളി എന്ന് പറയുമ്പോൾ ലുട്ടൻ്റെ കൗണ്ടർ കേൾക്കുമ്പോൾ അത് അതിൻ്റെ മൊത്തം ചിരി വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്. ഇത് ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പാതിരാത്രി രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ ഒരു മടിയില്ലാതെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബലത്തിലാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ മേഖലയായ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് ചോദ്യം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ എല്ലാവരും വളരെ സൗഹൃദപരമായാണ് ഷൂട്ടിന് നമ്മുടെ എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. അത് ഭയങ്കര നല്ല രസമായിരുന്നു. ഭയങ്കര റോ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ് ചെയ്തത്. ഇതിലേക്ക് വരുമ്പോൾ കുക്കി കൈൻഡ് ഓഫ് സംഭവം ചെയ്യാൻ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ജനറേഷൻ എന്ന് പറഞ്ഞത് ഈ പ്രായം കുറവുള്ള ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാരും ഇതില് കാർത്തിക്കും ഹരിയും ആയിരിക്കും. അവര് 20-22 വയസ്സുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഒരു നമ്മുടെ പ്രേമത്തിന് ശേഷം, നേരം പ്രേമത്തിന് ശേഷം ഒരുപാട് ആക്ടേഴ്സ് അതിന് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ തണ്ണീർമത്തൻ ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ്. അതിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. മാത്യൂസ്, നസ്ലിൻ തൊട്ടുള്ള അനശ്വര, അതിനുശേഷം അമിത വന്നു. ഇവരെല്ലാവരും എന്നെക്കാളും ഏജ് കുറഞ്ഞിട്ടുള്ള ആക്ടേഴ്സ് മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. പക്ഷെ ഒരു ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വന്നിട്ടുണ്ടാവാം. അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിറഞ്ഞിരുന്നത്. ഇപ്പം ഇതിന് തൊട്ടും ഞാൻ ധീരൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിൽ ജഗദീഷ് ചേട്ടൻ, അശോകൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ, മനോജ് കെ ചേട്ടൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് ആക്ടിങ്ങിനെ കുറിച്ച് തന്നെ പറയാം. ഒരു ആക്ടിങ് സ്റ്റൈലിൽ മാറിയിട്ടുണ്ട്, ഒരു പ്രസന്റേഷനിൽ മാറിയിട്ടുണ്ട്, ടെക്നോളജിയിൽ മാറിയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം പ്രേമത്തിന് ശേഷം ഇന്നിവിടെ നിൽക്കുമ്പോൾ, ഈ പ്രായത്തിലുള്ള ആക്ടേഴ്സിനൊപ്പം നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ എന്താണ് പ്രാവിൻകൂടിനെ കുറിച്ച് എന്താ ചോദിച്ചത്? അത് പടം തന്നെ അങ്ങനെയല്ലേ. കാരണം ശ്രീരാജ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിനെ ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമ ഓണാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ആളായിരുന്നു ശ്രീരാജ് എന്ന് പറഞ്ഞാൽ. ആ പടം തന്നെ വളരെ റോവായിട്ടുള്ള എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് അങ്ങനെയല്ലേ. ഒരു കള്ള് ഷാപ്പാണ് പ്രാവിൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു കള്ള് ഷാപ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ആ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ശ്രീരാജ് എന്റെ ക്യാരക്ടറുണ്ട്, തോട്ട ബിജു എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അയാൾ നാട്ടിലെ ഒരു ഗുണ്ടയാണ്. അയാൾ ഇതൊക്കെ ഓടിക്കുന്ന, വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. പക്ഷേ എങ്കിലും നാട്ടിൽ അത്യാവശ്യം ഗുണ്ടായസൊക്കെ കാണിച്ച് ഒരുപാട് കേസൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ജയിലൊക്കെ കയറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു കള്ള് ഷാപ്പിൽ ഡെയിലി വൈകുന്നേരം ഒരു 4-5 കുപ്പി കള്ള് കുടിക്കുന്ന ഒരാളുടെ ലുക്ക് വേണം, മറ്റും ഭാവം വേണം. ഇതൊക്കെയായിരുന്നു എനിക്ക് തന്നിരുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ. ഞാൻ എല്ലാ ദിവസവും അതിന് വേണ്ടി ഞാൻ കള്ളു കുടിക്കുന്ന ഒരാളല്ല. ഒരു ഗ്ലാസ് കള്ളു കുടിച്ചാൽ തന്നെ ഞാൻ അപ്പം തന്നെ ഛർദ്ദിക്കും, സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ അതെ, അപ്പം അതിലെല്ലാ ക്യാരക്ടേഴ്സും, ഇപ്പം സൗബിന്റെ ക്യാരക്ടർ എടുത്തു നോക്കിയോ, ശിവജിത്തിന്റെ ക്യാരക്ടർ, അങ്ങനെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സും അവിടെ എല്ലാവരും വളരെ റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര ഒന്നാമത് നമ്മുടെ ആശാമാരുടെ ഒപ്പമാണ്. പ്രേമത്തിന് ശേഷം അമ്പുക്കയോടൊപ്പം, അമ്പുക്കയുടെ പ്രൊഡക്ഷൻസിൽ വരുന്നത് ഷൈജൂക്ക, സൗബിനുണ്ട്, ബേസിലുണ്ട്, അങ്ങനെ ഒരു കൂട്ടം നമ്മുടെ ആശാമാരും അണ്ണന്മാരും, ചെമ്പൻ ചേട്ടനുണ്ട്. അത് വളരെയധികം എൻജോയ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിനെ കുറിച്ച് അത്രയും പറയാനുള്ളൂ. അൽഫോൺസിനെ കുറിച്ച് ഒന്നും ചോദിക്കരുത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പ്രേമത്തിൽ അൽഫോൺസ് ചെയ്ത ക്യാരക്ടർ, ഇതിൽ ജീവ ചെയ്ത ക്യാരക്ടർ
ഈ രണ്ടുപേരുടെ ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമകളിൽ ഇപ്പോൾ ഭയങ്കര വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയേക്കണം. അല്ല ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ അല്ലാതെ അങ്ങനത്തെ വിഷയമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം കാണിക്കുന്നു എന്ന സീൻ കൂടുതലായിട്ട് പറയുന്നു. അപ്പോൾ നമുക്ക് സിനിമകളുടെ ഒരു കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ വേണ്ടേ സിനിമകളിൽ എന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു ക്യാരക്ടറാണ്. ലഹരിയുടെ ഉപയോഗം കാണിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഈ ക്യാരക്ടേഴ്സോ ഈ സിനിമയുടെ പുറകിലുള്ള ആൾക്കാരോ ലഹരി വിൽപ്പന നടത്തുന്നില്ല. ഇവിടെ പടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ സിനിമയിലെ ആക്ടേഴ്സോ ഈ സിനിമയല്ലോ ഇതൊക്കെ എത്ര ലഹരിയൊക്കെ നിങ്ങൾ സീസൺ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ലേ? എത്ര വർഷം പഴയുള്ള സിനിമയാണ്. അതിൽ നമ്മൾ ലഹരി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അതാണല്ലോ. അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറുകൾ ഇപ്പോൾ മലയാളികൾ മാത്രമേ ഇതിനെ വിമർശിക്കുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദി സിനിമകളിലായാലും തമിഴ് സിനിമകളിലായാലും ഇംഗ്ലീഷ് സിനിമകളായാലും കൊറിയൻ സിനിമകളൊക്കെ എല്ലാവരും കാണുന്നതൊക്കെ തെലുങ്ക് സിനിമകളായാലും വിമർശിക്കപ്പെടുന്നില്ല. മലയാളികൾ മാത്രം വിമർശിക്കുന്നുള്ളൂ. പ്രബുദ്ധതയുടെ ഭാഗമായിട്ട് ഈ സംവിധായകരുടെ എഴുത്തുകാരൻ്റെ ആയാലും ആ ഒരു ആക്ടിങ്ങിന് വരുമ്പോഴും സിനിമയുടെ ഈ പറയുന്ന എന്താ പറയുക കണ്ടന്റ് വരുമ്പോൾ അതിന് എന്താ പറയാ അതിനൊരു നഷ്ടബോധം വരികയല്ലേ സിനിമയ്ക്ക് നഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇനിയും വരും. ഇത് ആരൊക്കെ എങ്ങനെ കിടന്ന് വിമർശിച്ചാലും എന്തൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും വരും തീർച്ചയായിട്ടും. ഇപ്പോ ഏറ്റവും കൊട്ടി ഘോഷിച്ചിട്ടുള്ള അതായത് മലയാള സിനിമയുടെ ഒരു മഹാത്ഭുതം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ദൃശ്യം. അതായത് വേൾഡ് വൈഡ് ആയിട്ടാണ് അതിന്റെ റൈറ്റ്സ് ഒക്കെ പോയിരുന്നത്. ചൈനയിലേക്ക് പോയി, ഒരുപാട് സ്ഥലത്ത് പോയി, ഇന്ത്യയിൽ തന്നെ പല ഭാഷയിലേക്ക് പോയി. ഇതിന്റെ പ്രധാനം ഒരാളെ കൊന്നു അത് മറയ്ക്കുന്നതാണോ വലിയ ഹീറോയിസം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അതിനെ കാണണ്ടേ. ഓക്കെ, ജനാധിപത്യപരമായിട്ട് ഒരാളെ കൊന്ന് ഒഴിച്ചു മൂടി അത് ഒളിപ്പിക്കുന്നത് ശരി, തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു സിനിമയിൽ ഒരു കഥയിൽ നമ്മളത് കാണുമ്പോൾ അത് അങ്ങനെയാക്കി എടുക്കുക. അങ്ങനെയാക്കി എടുത്തു ഇവിടെയുള്ളവര്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. വിമർശിക്കുന്നവർ എന്തർത്ഥത്തിലാണ് എന്ത് ഉദ്ദേശത്തിലാണ് വിമർശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ വിമർശിക്കട്ടെ. പക്ഷെ ഇനിയും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരും. ഇനിയും ഡ്രഗീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും. ഇനിയും കുടിയന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും. അതിന് നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. 16+ ആണെന്നുള്ളത് 13+ ആണ്. അപ്പൊ ആ ഏജിന് താഴേക്കുള്ള കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? അത് ഈ സിനിമയിലുള്ള ആൾക്കാരുടെ അല്ല. അത് ആ വീട്ടിലുള്ള പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇനിയും വരും. ചിലപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ അർത്ഥം എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നല്ല. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തിനെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അതിന് നാട് നന്നാക്കുക, ഇവിടെ ഒരു ദിനാശേരി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കില്ല, സത്യമായിട്ടും ഇല്ല. അത് രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ളതാണ്. നന്ദി, നമസ്കാരം. സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഒരു പെപ്പി മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കാറ് ഓൾട്ടർ ചെയ്ത് അങ്ങനെ ആക്കി സിനിമയ്ക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അത് മാത്രമല്ല അതിനകത്ത് ഉപയോഗിച്ച യെല്ലോ കാറ്, മാരുതി 800, ബബീഷ് ഏട്ടൻ്റെ വണ്ടി, ഇക്കോ, മാരുതി ഇക്കോ, പിന്നെ ഈ ഓൾട്ടർ ചെയ്ത ഈ റെഡ് വണ്ടി, ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെ, ഓരോ ക്യാരക്ടറിനും ഒന്നിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ വേറെ ടൈപ്പ് ആളുകൾ, വേറെ വേറെ മാനറിസംസ് ഉള്ള ആളുകൾ വന്നില്ലെങ്കിൽ ഇതൊക്കെ ഒരുപോലെ ഇരിക്കും. അപ്പൊ ആ ലേയേഴ്സ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ അതിന്റെ വളരെ ക്രൂഷ്യലായ എന്താ പറയാ നേരോ ലൈനിൽ പെർഫോം ചെയ്യേണ്ട ആളുകളാണ്. ഇപ്പൊ ഭഗത്തിന്റെ ആണെങ്കിലും ശബരീഷ് ബുറോമിന്റെ ആണെങ്കിലും നരേന്ദ്രന്റെ ആണെങ്കിലും അവരെ നേരത്തെ പറഞ്ഞത് അവരെ കയ്യിൽ അത് സേഫ് ആണെന്ന് ഉറപ്പായിരുന്നു. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം 1-2 ടേക്ക് പരിപാടികളാണ്, കൂടുതലൊന്നും വേണ്ടി വന്നില്ല. ആ ഒരു ബ്രീഫിംഗ് മാത്രമേ സമയം എടുത്തിട്ടുള്ളൂ. ഇനീഷ്യൽ ബ്രീഫിംഗ്, കഥയുടെ എന്താണ് ക്യാരക്ടർ, ഈ ക്യാരക്ടർ എന്താണ് പ്ലേ ചെയ്യാൻ പോണേ, സിനിമയിൽ ഇയാൾ എന്താണ് ചേഞ്ച് ഉണ്ടാക്കാൻ പോണേ, ഇയാളുടെ എൻട്രി വരുമ്പോൾ എന്തായിരിക്കണം ഇമോഷൻ പ്രേക്ഷകന്റെ എന്നുള്ളൊരു ബ്രീഫിങ്ങിന് മാത്രമേ സമയം എടുത്തിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പം ഇതൊക്കെ ഡയറക്ട്ലി വർക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ഷോട്ട് കഴിയുമ്പോൾ. പിക്കപ്പ് ലൈനിൻ്റെ ക്യാരക്ടർ എങ്ങനെ പെട്ടെന്ന് ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ചെയ്തും ChatGPT നോക്കി പറഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കൊണ്ടുവരാനുള്ള ഒരു
അല്ല, അതെനിക്ക് നേരിട്ട് പരിചയമുള്ള അങ്ങനെ കുറെ ഗ്രൂപ്പുകളെ കണ്ടിട്ടുണ്ട്. ആ ഏജിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ആ ഗ്രൂപ്പിലുണ്ടാവും. പുള്ളിക്ക് സ്വയമായിട്ടൊരു തോന്നലുണ്ടാവും, ഇവർ ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആണ്, ബബീഷേട്ടനും പ്രേമേട്ടനും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, ഞാൻ വേണം ഇന്നത്തെ ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി. അറ്റ് ദ സെയിം ടൈം ഈ ബബീഷേട്ടനും പ്രേമനും നോക്കുമ്പോൾ നമുക്കറിയാതെ എന്തൊക്കെയോ ഇവ പറയുന്നുണ്ട്, ചിലപ്പം കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ഒരു ഗ്രൂപ്പിന് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺട്രാസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കിയതാണ്. എനിക്കത് കാർത്തി അത് അടിപൊളിയാക്കിയെന്ന് തോന്നുന്നു. റംസാന്റെ കുറച്ചുകൂടി ഡാൻസ് പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ അതൊന്നും ഇല്ല, റംസാൻ ഈ ഷൂട്ട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഡാൻസ് ആണ്. അതെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നിയ, കാരണം ഞാൻ പറഞ്ഞില്ല, ലാൽ സാറ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മൾ ഏറ്റവും അധികം എനിക്ക് വൺ ഓഫ് ദ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ഷൻ കോംബോ ആണ് സിദ്ദിഖ് ലാൽ സാറിൻ്റെത്. കാരണം പ്രത്യേകിച്ച് എനിക്ക് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഈ കഷ്ടപ്പാടുണ്ട്, അതായത് ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാക്കി ആളുകളെ ഇഷ്ടപ്പെടുത്തുന്നു. ഞാൻ വായിച്ചിരുന്ന മനസ്സിലാക്കിയത് അതുപോലെയാണ് റാംജറാവ് സ്പീക്കിങ്ങും ഹരിഹർ നഗറും ഒക്കെ ഉണ്ടായത്. പിന്നെയാണ് ഈ മെയിൻ സ്ട്രീം സോ കോൾഡ് ആളുകളൊക്കെ വെച്ചിട്ടുള്ള വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഈ അണ്ടർഡോഗ്സിന്റെ പരിപാടി കാണാൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമ്മള് എല്ലാവരും കൂടെ ഒരു സാധനം ഉണ്ടാക്കി എല്ലാവരും കൂടെ കട്ടയ്ക്ക് നിന്ന് ഉറപ്പായിട്ടും അത് പുഷ് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണത് പ്രേക്ഷകരിലേക്ക് എത്താൻ. കാരണം അവർക്കത് അറിയണ്ട, അവർക്ക് അത്രയും കണ്ടന്റ് വരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ നാളെ അടുത്ത ആഴ്ച കൂലി വരുന്നുണ്ട്. അതിനിടയിലൂടെ മെല്ലെ കയറി വന്ന ആളുകളുടെ ഇഷ്ടം കിട്ടി മെല്ലെ അത് കയറി വന്ന് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. ലാൽ സാറിന്റെ പഴയ സിനിമകളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞാൻ എവിടേക്കോ ഇന്റർവ്യൂലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ അതുപോലെയൊക്കെ തോന്നി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അവസാന ചോദ്യമാണ്. അപ്പം ഇവിടെ അപ്പം എന്തായാലും 14-ാം തീയതി കൂലി റിലീസ് ആകാൻ പോവാണ്. കേരളത്തിലെ സകല തിയേറ്റേഴ്സ് ഓൾറെഡി ബുക്ക്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് നിങ്ങൾക്ക് സാഹസം കുറച്ചുകൂടെ കൂടാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നത്. അപ്പം കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ഇനി എന്താണ് പറയാനുള്ളത്? അതെ, സാഹസം തുടരുകയാണ്. കാരണം ഇനി കൂലി വരുവാണ്. വളരെ മെല്ലെ സ്ലോ ആയിട്ട് ആളുകൾക്ക് ഇഷ്ടമായി എല്ലാവരും ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വേർഡ് ഓഫ് മൗത്ത് ഗ്രാജുവൽ ആയിട്ട് കയറി വരുവാണ്. ആ ഒരു ഗ്രാജുവലി കയറി എല്ലാവരും എത്താനുള്ള സമയം നമ്മളെടുത്തില്ല. ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു വലിയ ഒരു തിരമാല അടിക്കാൻ പോവാണ്. അപ്പം ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ വാളുകളും എല്ലായിടത്തും കൂലിയാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഉറപ്പായിട്ടും നമ്മൾ പിടിച്ചു വെക്കും, അതും അതിജീവിക്കും. ഈ സാഹസം നമ്മൾ മറികടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്തൊക്കെ വന്നാലും മലയാളി പ്രേക്ഷകന് പേഴ്സണലായിട്ട് പറയാൻ, ഞങ്ങളുടെ സിനിമ എന്ന് പറയാൻ, ഒരു സിനിമയായിട്ട് ചിരിക്കാൻ പറ്റുന്ന, എന്റർടൈൻ ആകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്ന് കഴിഞ്ഞ 2 ദിവസത്തെ ചിരിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിജീവിക്കും, ഉറപ്പായിട്ട് അതിജീവിക്കും. എന്തായാലും അതിജീവിക്കട്ടെ, സൂപ്പർ ഹിറ്റായി മാറട്ടെ, സാഹസത്തിന് 2ാം ഭാഗം ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. രണ്ടുപേർക്ക് താങ്ക്സ് പറയാനുണ്ട്. ഒന്ന് നിങ്ങൾ മീഡിയ കേട്ടോ, സാഹസത്തിന്റെ പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങും മുതൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഇരിക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളെ എല്ലാവരോടും ഞങ്ങൾ പേഴ്സണലി സാഹസം ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എവിടെ പോയാലും നിങ്ങൾ ഓടിച്ചാടി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സാഹസം ഭയങ്കര പേഴ്സണൽ ആയിരിക്കും, പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളത് അത്രയും പേഴ്സണലായിട്ട് കണ്ട് ഇങ്ങനെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്നതിന് ഒത്തിരി താങ്ക് യു. ആൻഡ് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടെ വീട്ടില് മടി പിടിച്ചിരിക്കാതെ ഇറങ്ങ്, സാഹസം കാണാം, ഓണം മോഡിന് ഡാൻസ് കളിക്കാം അല്ലേ, എന്നിട്ട് നല്ല ഉഷാറായിട്ട് 2-2.5 മണിക്കൂർ ചിരിച്ച് അടിച്ച് പൊളിച്ച് സമാധാനത്തില് വീട്ടിൽ പോവാം. വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ നമ്മുടെ പടത്തിൽ കണ്ട കുറെ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യും. നരേൻ ചേട്ടന്റെ, രാജീവ് നമ്പ്യാർ, ലേഡി ഗാഗ, എല്ലാരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഭഗവാന്റെ ചേട്ടൻ എല്ലാരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പപ്പനെയും ലുട്ടനെയും സാമിനെയും ജീവനെയും പിന്നെ സേറയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് പോരെ, ചിരിക്കാം. അതോടൊപ്പം തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ സിനിമ സ്വപ്നം കണ്ട് ഇറങ്ങിയ കുറച്ച് പേർക്ക് നിങ്ങളാണ് എല്ലാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു, മീഡിയ. താങ്ക് യു.